സർ, ജർമ്മൻ വിമാനത്തിന് നേരെ ലേസർ ആക്രമണം, അതായത് ചെങ്കടലിലുള്ള ചൈനയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് ലേസർ രശ്മികൾ പ്രകാശിപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത വരുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശം? ഇത് ഇപ്പോൾ ജർമ്മനിയും ചൈനയും തമ്മിൽ വലിയൊരു സംഘർഷം വരുത്തി വെച്ചിരിക്കുകയാണ്. അതായത് ഈ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടല്ലോ, അതെ, ചരക്ക് കപ്പലുകൾക്കൊക്കെ നേരെ. അപ്പോൾ ഈ അതിനെതിരെ യൂറോപ്യൻ യൂണിയൻ്റെ അസ്പൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുക, ഹൂത്തികൾ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച്, അങ്ങനെ ഒരു ദൗത്യം യൂറോപ്യൻ യൂണിയൻ്റെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ചെങ്കടൽ ഭാഗത്ത് പറന്ന ജർമ്മൻ വിമാനത്തിന് നേരെ ചെങ്കടലിൽ തന്നെ ആ മേഖലയിലുള്ള കടന്നിരുന്ന ചൈനീസ് യുദ്ധക്കപ്പലിൽ നിന്ന് ലേസർ ആക്രമണം ഉണ്ടായി. ഇതാണ് വിഷയം. അപ്പോൾ ജർമ്മനിയുടെ നിരീക്ഷണ വിമാനത്തിനെ ടാർഗറ്റ് ചെയ്തു ചൈന. ഇതാണ് ലേസർ കൊണ്ട് ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ചെങ്കടല് യൂറോപ്യൻ യൂണിയൻ്റെ ഈ നേതൃസംഘം സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ സംഘത്തിൽ ജർമ്മനിയും അംഗമാണല്ലോ. അങ്ങനെ അവരുടെ ഒരു ദൗത്യസേന അവിടെ സന്ദർശനം നടത്തുമ്പോഴായിരുന്നു ഈ ലേസർ ആക്രമണം. അപ്പോൾ ജർമ്മനിയുടെ വിദേശകാര്യ വകുപ്പ് ബെർലിനിൽ ചൈനീസ് സ്ഥാനപതിയെ വിളിച്ചിട്ട് ഈ പരിപാടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു, അപലപിച്ചു. ഇങ്ങനെയൊന്നും പെരുമാറരുത്, ഇത് രാജ്യാന്തര നിയമങ്ങൾക്കെതിരാണ്. നമ്മൾ നമ്മുടേതായ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് ഡെർ സ്പീഗൽ ആണ് ജർമ്മൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യമൻ തീരത്ത് നടന്ന സംഭവമാണ് ഇത്. നടന്നത് പക്ഷെ ജൂലൈ ഈ മാസം തന്നെ ആദ്യം ആണ്, ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, ആദ്യം. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ അസ്പൈറ്റ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് തെക്കൻ ചെങ്കടലിലെ കപ്പലുകളെ ഹൂത്തികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടി സെൻസർ പ്ലാറ്റ്ഫോം MSP അത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പല സെൻസറുകളിൽ നിന്ന് ഡാറ്റ ഇൻ്റഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നിരീക്ഷണ വിമാനം ഉണ്ടല്ലോ ജർമ്മൻ, അത് MSP അതായത് മൾട്ടി സെൻസർ പ്ലാറ്റ്ഫോമാണ്. അതിന് പല വസ്തുക്കളെയും ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഹൂത്തികൾ മിസൈൽ അയക്കുകയാണെങ്കിൽ ട്രാക്ക് ചെയ്യാം, റോക്കറ്റ് അയക്കുകയാണെങ്കിൽ ട്രാക്ക് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ശേഷി ഉണ്ടായിരുന്നൊരു വിമാനമാണ് ഈ ജർമ്മൻ വിമാനം ചൈന ടാർഗറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ചൈന ഹൂത്തികൾക്ക് വേണ്ടി നിലകൊള്ളുകയാണോ എന്ന് സംശയം വരത്തക്ക വിധത്തിലാണ് ചൈനയുടെ നടപടി. അപ്പോൾ ജർമ്മനി എക്സിൽ കുറിച്ചിട്ടുണ്ട്, ജർമ്മൻകാരുടെ ജീവന് ഭീഷണിയും ദൗത്യം തടസ്സപ്പെടുത്തലും ഞങ്ങൾക്ക് അസ്വീകാര്യമാണ് എന്ന് ജർമ്മൻ വിദേശകാര്യ വകുപ്പ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സാധാരണഗതിയിലുള്ള ദൗത്യമായിരുന്നു ഇത്. ചൈനീസ് യുദ്ധക്കപ്പലിന് പല തവണയും ഈ മേഖലയിൽ കാണുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഈ കപ്പല് ഇങ്ങനെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ലേസർ ബീം അങ്ങോട്ടയക്കും എന്നുള്ള വിവരമൊന്നും മുന്നറിയിപ്പ് ഈ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കപ്പലിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ വരേണ്ട മുന്നറിയിപ്പൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഈ വിമാനം അതിൻ്റെ ദൗത്യം നിർത്തി, പിന്നെ അവിടെ പറന്നില്ല. എന്നിട്ട് ജിബൂട്ടിയിൽ ലാൻഡ് ചെയ്തു. ഈ ജർമ്മനിയുടെ വിമാനം ജിബൂട്ടിയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ MSP എന്ന് പറയുന്നത് മൾട്ടി സെൻസർ പ്ലാറ്റ്ഫോം, അതാണല്ലോ ഈ വിമാനം. അതിന് ഫ്ലൈയിങ് ഐ എന്ന് പറയും, പറക്കുന്ന കണ്ണ്. അപ്പോൾ ജർമ്മൻ പട്ടാളക്കാരെ വഹിച്ചിട്ട് ആണിത് പറന്നുകൊണ്ടിരുന്നത്. പക്ഷെ വിമാനം പട്ടാളത്തിൻ്റെ അല്ല, അതൊരു സിവിലിയൻ കോമേഴ്സ് സർവീസ് പ്രൊവൈഡറുടെ ആണ്. ഒരു വാണിജ്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടുള്ള വിമാനമാണിത്. പക്ഷെ അതിൽ ജർമ്മൻ പട്ടാളക്കാരാണ് അത് ഫ്ലൈ ചെയ്യുന്നതും ഒക്കെ. ഒക്ടോബർ മുതൽ ഇങ്ങനെ വാടകയ്ക്കെടുത്ത വിമാനമുണ്ട്. ഒരുപാട് ഡാറ്റകൾ കിട്ടിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം കൂടുതൽ MSP അവിടെ
ഉപയോഗിച്ചിട്ടും ഉണ്ട്. 2024 ഫെബ്രുവരിയിലാണ് എസ്പൈറ്റ്സ് ഓപ്പറേഷൻ തുടങ്ങിയത്. ബെൽജിയം, എസ്തോണിയ, ഫിൻലൻഡ്, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ലാത്വിയ, നെതർലാൻഡ്സ്, സ്വീഡൻ ഈ രാജ്യങ്ങളൊക്കെ ഈ എസ്പൈറ്റ്സ് എന്ന് പറഞ്ഞ ചെങ്കടലിലെ ഓപ്പറേഷനിലുണ്ട്, യൂറോപ്യൻ യൂണിയൻ്റെ. അപ്പോൾ എസ്പൈറ്റ്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്കാണ്, കവചം എന്നാണ് അർത്ഥം. അതാണ് ഓപ്പറേഷൻ എസ്പൈറ്റ്സ് എന്ന് പറയുന്നത്. മുമ്പ് അമേരിക്ക ഇത്തരം ഓപ്പറേഷനുകളൊക്കെ നടത്തിയിരുന്നു. 2020 ചൈനീസ് യുദ്ധക്കപ്പൽ ഒരു അമേരിക്കൻ നാവിക വിമാനത്തിന് നേരെയും ഇത്തരം ആക്രമണം നടത്തിയിരുന്നു. അത് ഗുവാമിനടുത്ത്, ഗുവാം താവളം ഉണ്ടല്ലോ, അമേരിക്കൻ താവളം. ഇപ്പോൾ മറ്റേ ഫോർദോ ആണവ നിലയം തകർക്കാനായിട്ട് വിമാനം വന്നത് കുറെ ഗുവാമിൽ നിന്നാണ് എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നല്ലോ. അപ്പോൾ നാറ്റോ ഇത്തരം വിമാനങ്ങൾക്കെതിരെ ഒക്കെ ആക്രമണം നടക്കുന്നത് വളരെ അപൂർവമാണ് ഇങ്ങനെ ചൈന നടത്തുന്നത്. അപ്പോൾ 4 യൂറോപ്യൻ യൂണിയന്റെ 4 കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് ഇതുവരെ അവിടെ ചെങ്കടലില്. ഈ 2024 ഫെബ്രുവരി 8-ാം തീയതിയാണ് എസ്പൈറ്റ്സ് ദൗത്യം നിർവഹിക്കാനായിട്ട് യൂറോപ്യൻ യൂണിയൻ തീരുമാനിക്കുന്നത്. ഫെബ്രുവരി 19-ാം തീയതി ഓപ്പറേഷൻ തുടങ്ങി. ഇതിൻ്റെ ബേസ്, താവളം ഗ്രീസാണ്. ഗ്രീസിൽ നിന്നാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഗ്രീസിൻ്റെ ഒരു നേവി ഓഫീസർക്കാണ് ഈ ദൗത്യത്തിൻ്റെ ചാർജ്, ഓപ്പറേഷൻ എസ്പൈറ്റ്സിൻ്റെ. അതാണ് ഗ്രീക്ക് പേര് വന്നിരിക്കുന്നത്, കവചം എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അഡ്മിറൽ വാസിത്തേസ് ഗ്രൈപാരിസ് എന്നാണ് ആ ഓഫീസറുടെ പേര്. ഇതാണ് ഇപ്പോൾ ചൈന ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൈന വീണ്ടും ഈ ജർമ്മനിയൊക്കെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പരസ്പരം വീണ്ടും ഇല്ലാത്ത ശത്രുവിനെ വിളിച്ചു വരുന്നതിന് തുല്യമല്ലേ ഇത്? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഈ താരിഫ് വാർ ഉണ്ടല്ലോ, കച്ചവട യുദ്ധം, അമേരിക്കയും ചൈനയും തമ്മിലും ഒക്കെ. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന, അമേരിക്കക്കാണ് നാറ്റോയുടെ നേതൃത്വം. അപ്പോൾ നാറ്റോയുടെ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് മറ്റേ നാറ്റോ രാജ്യങ്ങളെ കൈകാര്യം ചെയ്യുക. പിന്നെ ഇറാൻ ആയുധമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ചൈന. ഇറാനുമായിട്ട് വലിയ സൗഹൃദമാണ്. അപ്പോൾ ഇറാൻ ആണ് ഹൂത്തികളെ നിയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ഹൂത്തികൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്, അല്ലെ ഇറാന് വേണ്ടി ഞങ്ങളുണ്ട് എന്ന് യൂറോപ്യൻ യൂണിയനെ ഒന്ന് ബോധ്യപ്പെടുത്താനും കൂടി ആയിരിക്കണം. അങ്ങനെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ യാഥാർത്ഥ്യം കാണണമല്ലോ. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പം അമേരിക്കയുടെ ഒരു നിലപാടിനോട് യോജിക്കുന്നില്ല പലപ്പോഴും. അപ്പോൾ ഇവിടെ ചൈനയുമായിട്ട് അമേരിക്ക എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക, അങ്ങനെയുള്ളൊരു നീക്കമൊക്കെ നടത്തുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയെ അമേരിക്കക്ക് വിശ്വാസമില്ലല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇന്ന് ലോകത്ത് ചൈന തന്നെയാണ്. ഇൻഡോ പസഫിക്കിലും അതാണ് ഇന്ത്യക്ക് ഇളവ്. ഇപ്പൊ തന്നെ താരിഫില് നമുക്കിട്ട് വലിയ പണിയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോ ചൈനയ്ക്കെതിരെ വലിയ പണി താരിഫിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു സുഹൃത്തായിട്ട് അമേരിക്കക്ക് വേണ്ടത് ഇന്ത്യയാണ്. ചൈന ശത്രുവായതുകൊണ്ട് തന്നെയാണ് അത്. അപ്പം പലതരം യുദ്ധങ്ങളുണ്ടല്ലോ. മറ്റേ ചൈനയ്ക്കെതിരെ ധാരാളം, പിന്നെ ചൈന തായ്വാനെതിരെ, ഇപ്പൊ തായ്വാനെതിരെ ധാരാളം നീക്കങ്ങൾ തായ്വാന് ചുറ്റും ചൈന നടത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ വിമാനവാഹിനികളൊക്കെ സൗത്ത് ചൈന സീയിൽ വന്നിട്ടുണ്ട്. ഫിലിപ്പൈൻസിന് ഭീഷണിയുണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഫിലിപ്പൈൻസിൽ അമേരിക്കയുടെ താവളമുണ്ട്. അമേരിക്കയും ഫിലിപ്പൈൻസും കൂടി സംയുക്ത അഭ്യാസങ്ങളും ഒക്കെ ചൈനയ്ക്കെതിരെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലും സൗത്ത് ചൈന സീയിലും ഒക്കെ ഇപ്പം ചൈനയ്ക്കെതിരെ ഉള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. ഉപരോധവും ഉണ്ട്, ധാരാളം ചൈനീസ് കമ്പനികൾക്ക് ഉപരോധവും ഉണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയെ ഒരു കാലത്ത് അമേരിക്ക സഹായിച്ചിരുന്നെങ്കിലും പിന്നീട് അമേരിക്കയ്ക്ക് ബാധ്യത, കാരണം ചൈനയിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ വന്ന അമേരിക്കയുടെ പിന്തുണയോടെ അല്ലേ ഒരു കാലത്ത്. അതായത് ചൈനയ്ക്ക് ആ ബന്ധം പറയുകയാണെങ്കിൽ
ചൈനയുമായി അമേരിക്കയ്ക്ക് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല, അത് വിച്ഛേദിക്കപ്പെട്ടിരുന്നു. എന്നിട്ട് നിക്സൺ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിക്സനും അദ്ദേഹത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കിസിഞ്ചറും ഉണ്ടായിരുന്ന സമയത്ത് യാഹ്യ ഖാൻ, പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയും പിന്നീട് പട്ടാള അട്ടിമറിയോടുകൂടി പ്രസിഡന്റുമായ ഈ യാഹ്യ ഖാൻ ഇടനില നിന്നിട്ട് വളരെ വർഷത്തിന് ശേഷം ചൈനയുമായിട്ട് ബന്ധം തുടങ്ങുകയാണ്. നിക്സനാണ് ബന്ധം തുടങ്ങുന്നത്. അത് 1971 അതുകൊണ്ട് ചൈനയുമായി ബന്ധം ഇങ്ങനെ തുടങ്ങി വെക്കുന്നത് കൊണ്ട് 1971 യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെയാണ്. 7ാം കപ്പൽപ്പട വരുന്നു എന്നൊക്കെ ഉള്ളത്. കാരണം ഇടയ്ക്ക് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ആ തണുത്തുറഞ്ഞ ബന്ധം വീണ്ടും ചൈനയുമായിട്ട് തുടങ്ങുന്നത് 1971 ഒരു 10-20-25 കൊല്ലത്തിന് ശേഷം ചൈനയായിട്ട് ബന്ധം. അപ്പോൾ കുറെ കാലം നല്ല ബന്ധമായിരുന്നു. പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു അമേരിക്ക. ഇപ്പോൾ സംഗതി മൊത്തത്തിൽ മാറി. അമേരിക്ക ഇന്ത്യയുടെ കൂടെയാണ്. ഈ സംഘർഷകാലത്തും നമ്മുടെ കൂടെ ആയിരുന്നല്ലോ അമേരിക്ക. അപ്പോൾ ചൈനയുമായിട്ട് അമേരിക്കയ്ക്ക് ഇങ്ങനെ വലിയ ഈ ഇടക്കാലത്ത് നിക്സന്റെയൊക്കെ കാലത്തെ ബന്ധമൊന്നും എന്നല്ലാതെ പിന്നീട് വീണ്ടും അത് തണുത്ത ബന്ധം തന്നെ ആയിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.